ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सगण ललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति। मूकं करोति वाचालं पंगुं लंघायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं धीरतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिल शक्ति धरस्वनाम्नाम् अन्यां च हस्तचरण श्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरतो पंगोर्मम मन्दमदिर्गति मत्सर्वस्य पादाम्बुजो राधा मदन मोहनो। तमादिदेवं करुणानिधानं तमालवर्णं सुहितावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपम्। परमानंद पाठाय प्रेम वर्षी अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तु मे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरिओम सत्सत्। നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 13-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം. ഞാൻ ശ്ലോകം വായിക്കാം. പിതരി ഉപരത്തെ പാണ്ഡൗ സർവാന്ന സുഹൃദാശിഷൂൻ അരക്ഷതം വ്യസനതാ പിതൃവ്യൗകാ ഗതൗ ഇതാ. പിതരി ഉപരത്തെ പാണ്ഡൗ സർവാന്ന സുഹൃദാശിഷൂൻ അരക്ഷതാം വ്യസനതാ പിതൃവ്യാ വാഗ്ഗതാ ഇതാ. ഹരേ കൃഷ്ണ. कृष्ण। ओम नमो भगवते वासुदेवाय। पितरि उपरते पाण्डो सर्वान् सुहृदा शिशून् अरक्षतां व्यसनदा पितृभ्यो गदाविदाः. വിവർത്തനം. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. എന്റെ പിതാവ് പാണ്ഡു ഇഹലോകവാസം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ ശിശുക്കളായിരുന്നു. എന്റെ ഈ ഇരു ഭ്രാതാക്കളായിരുന്നു എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്നത്. അവരെല്ലാവരും സദാ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായിരുന്നു. ഹോ കഷ്ടം! ഇവിടെ നിന്നും അവർ എവിടേക്കാണ് പ്രയാണം ചെയ്തത്? ഹരേ കൃഷ്ണ. Very good. When my father Pandu fell down and we were all small children, these two uncles gave us protection from all kinds of calamities. They were always our good well-wishers. Alas, where have they gone from here? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി യുധിഷ്ഠിര മഹാരാജാവ് വിഷമിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. അതായത് ആരാണ് അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടത്? ധൃതരാഷ്ട്രം, ഗാന്ധാരിയും മൂന്ന് പേരും കാണുന്നില്ല. അപ്പൊ സ്വയം കുറ്റപ്പെടുത്താണ്, ഞാൻ കാരണമാണ് ഇവരെല്ലാം. അവർക്ക് എൻ്റെ ശുശ്രൂഷയിൽ ഒരു സന്തോഷമില്ല, അവർ വിഷമിക്കുന്നു. അത് കാരണം
കൊട്ടാരം വിട്ടു പോയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം. യുധിഷ്ഠിര മഹാരാജാവാണ് രാജാവ്. പക്ഷെ എങ്കിലും ധൃതരാഷ്ട്രയെ രാജാന്ന് എപ്പോഴും സംബോധന ചെയ്യുള്ളൂ. അപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ഫീലിംഗ്, താൻ രാജാവായിരുന്നല്ലോ, അപ്പൊ ആ രാജാവന്നെ ആയിക്കോട്ടെ, അവരുടെ ബിഹാഫിലാണ് ഞാൻ രാജ്യം ഭരിക്കുന്നത് എന്ന് ഒരു തോന്നൽ തോന്നിക്കോട്ടെ. എപ്പോഴും യുധിഷ്ഠിര മഹാരാജാവ് ധൃതരാഷ്ട്രയെ രാജൻ, രാജാവ് എന്നുള്ള സംബോധന ആണ് ചെയ്തു വന്നിരുന്നത്. അപ്പൊ അത്രയ്ക്കും കൂടി അദ്ദേഹം അവരെ സംരക്ഷിക്കാൻ, അവരെ ശുശ്രൂഷിക്കാനും കൂടി ശ്രമിച്ചിരുന്നു. എങ്കിലും എന്നിട്ടും അവരെല്ലാം വിട്ടുപോയല്ലോ, എന്നോടുള്ള അതൃപ്തി കാരണമായിരിക്കും എന്ന് വിചാരിച്ച് സ്വയം ദുഃഖിക്കുകയാണ്. സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ മറ്റുള്ളവരെയാണ് വഴി പറയുക, കുറ്റം പറയുക, ഇത് അവര് കാരണമാണ്, ഇവര് കാരണമാണ്, അല്ലെ? പക്ഷെ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയല്ല. ഇതൊരു നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഒരു തെളിവാണ്. ഒരു നല്ലൊരു ഡിവോട്ടിയുടെ, നല്ല വിനയമുള്ള ഒരു ഭക്തന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് കാണിക്കുന്നത്. കാരണം സ്വന്തമാണ് കുറ്റപ്പെടുത്തുന്നത്, മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല. അപ്പോ തൻ്റെ പിതാവിന്റെ അജ്ഞത്തിന് ശേഷം, ആരാണ് പിതാവ്? പാണ്ഡു, അല്ലെ? വളരെ ശിശുക്കളായിരിക്കുന്ന സമയത്ത് തന്നെ പിതാവ് വിട്ടുപോയി, ഇവരെ വിട്ടുപോയി. അതിനുശേഷം ആരാണ് ഇവരെ സംരക്ഷിച്ചത്? ധൃതരാഷ്ട്രാണ്. കുട്ടിക്കാലത്ത് അത് ഓർക്കാണ്, തങ്ങളെ ഇത്രയും നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് വളർന്നു വന്ന ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, കുട്ടിക്കാലത്ത് ഇവര് നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനത്തെയുള്ള തൻ്റെ പിതാവിന് തുല്യമായിട്ടുള്ള ധൃതരാഷ്ട്രം, അമ്മാവന് തുല്യമായിട്ടുള്ള വിതുരനും, അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഗാന്ധാരിയും എവിടെ പോയി? അതിനെ പറ്റിയിട്ട് വിഷമിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. they were always our good well wishers. അഭ്യുദയകാംക്ഷികളായിരുന്നവരെല്ലാം. വേർ ഹാവ് ദേ ഗോൺ ഫ്രം ഹിയർ? എവിടെ പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇതിന് പർപ്പോട്ടില്ല. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. ടെക്സ്റ്റ് 35. സൂത ഉവാച കൃപയാ സ്നേഹ വൈക്ലവ്യാത് സൂതോ വിരഹ കർഷിതാം ആത്മേശ്വരം അജക്ഷാനോ ന പ്രത്യാഹാതി പീഡിത. സൂത ഉവാച കൃപയാ സ്നേഹ വൈക്ലവ്യാത് സൂതോ വിരഹ കർഷിതാം ആത്മേശ്വരം അചക്ഷാനോ ന പ്രത്യാഹാതി പീഡിത. ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വസുദേവായ. കൃപയാ സ്നേഹ വൈക്ലവ്യാത് സൂതോ വിരഹ കർഷിതഃ ആത്മേശ്വരമജക്ഷാണോ ന പ്രത്യാഹാതി പീഡിതഃ. വിവർത്തനം ഭാവാർത്ഥം. ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി പറഞ്ഞു, അനുതാപത്താലും ചിത്തവിക്ഷോഭത്താലും സഞ്ജയൻ തന്റെ യജമാനനായ ധൃതരാഷ്ട്രരെ കാണാത്ത മാനസിക വ്യതയിലായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് മഹാരാജാവ് യുധിഷ്ഠിരനെ വേണ്ട വിധം ഉത്തരമേകാനായില്ല. ഹരേ കൃഷ്ണ. Haribo. Suta Goswami said, because of compassion and mental agitation, Sanjaya not having seen his own master, Dhritarashtra was aggrieved and could not properly reply to Maharaja Yudhishthira. അപ്പോ യുധിഷ്ഠിര മഹാരാജാവ് ആരുടെ അടുത്തേക്കാണ് അന്വേഷിച്ചു വരുന്നത്? സഞ്ജയന്റെ അടുത്താണ്. ആരാണ് സഞ്ജയൻ? ധൃതരാഷ്ട്ര പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ആളാണ് സഞ്ജയൻ. അപ്പൊ ഇവിടെ സൂത ഗോസ്വാമി ആണ് ആരോട് പറയുന്നത്? ആരോടാണ് സൂത ഗോസ്വാമി? ശൗനകാദി ഋഷികളെടുത്ത്, അല്ലെ? ബിക്കോസ് ഓഫ് കമ്പാഷൻ ഇൻ മെന്റൽ അജിറ്റേഷൻ. അതായത് തന്റെ മാസ്റ്റർ ധൃതരാഷ്ട്രയെ കാണുന്നില്ല, ഗാന്ധാരിയെ കാണുന്നില്ല. അത് അവരെ കാണാത്തുള്ള ആ ഒരു മെന്റൽ അജിറ്റേഷൻ, വിഷമം കൊണ്ട് സഞ്ജയൻ എന്താ പറയുന്നത്? നോട്ട് ഹാവിങ് സീൻ ഹിസ് ഓൺ മാസ്റ്റർ ധൃതരാഷ്ട്ര വാസ് അഗ്രീവ്ഡ്. വളരെ ദുഃഖത്തിലായിരുന്നു. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് വന്നിട്ട് ചോദിച്ചതിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത്. സഞ്ജയൻ വ്യാസദേവന്റെ ശിഷ്യനാണ്, അല്ലെ? വ്യാസദേവന്റെ അനുഗ്രഹത്തിലാണ് സഞ്ജയന് ഏത് യുദ്ധം കാണാൻ പറ്റിയത്? കുരുക്ഷേത്ര യുദ്ധം കാണാൻ പറ്റിയത്. അത് എങ്ങനെ നടക്കുന്നു അത് അതേപോലെ അത് പ്രകാരം ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തിരുന്നു.
അപ്പൊ അത്രയും നല്ലൊരു ശിഷ്യൻ. ധൃതരാഷ്ട്രയുടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് അറിയാം. അത്രയും ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് പാണ്ഡവന്മാരോട്, അല്ലെ? അപ്പോൾ തന്റെ മാസ്റ്ററുടെ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും അതൊന്നും പൊക്കിപ്പിടിക്കാതെ ആ നല്ല വശം മാത്രം കാണുന്ന ഒരു ശിഷ്യൻ. അതായിരിക്കും നമ്മളെല്ലാവരും. അപ്പോൾ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി. ഒരുപാട് കുറവുണ്ടായിരിക്കും ഓരോരുത്തർക്കും, പക്ഷെ അതെല്ലാം മറന്ന് അതിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ എന്താണ് ഒരു നല്ല ഗുണമുള്ളത് അതിനെ മാത്രം പൊക്കിപ്പിടിച്ച് അതിനെ മാഗ്നിഫൈ ചെയ്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു ഭക്തൻ. അതാണ് വിനമ്രത എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, ഒരാളുടെ എന്താണ് ദോഷങ്ങള്, കുറവുകള്, അത് പൊക്കിപ്പിടിക്കും. നല്ല ഗുണങ്ങളെ നമ്മൾ അവിടെ കാണാതിരിക്കും. അതാണ് നമ്മളുടെ സാധാരണ നിലപാട്. പക്ഷെ ഒരു ഭക്തൻ, ഒരു വിനയമുള്ള വിനമ്രതയുള്ള ഒരു ഭക്തൻ മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണില്ല, അതിന് പ്രാധാന്യം കൊടുക്കില്ല. എന്താണോ നല്ല നല്ല സ്വഭാവങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ മാത്രം കാണുന്നു. അതിനെ കാണുക മാത്രമല്ല, അതിനെ മാഗ്നിഫൈ ചെയ്യുന്നു, അല്ലെ? അതാണ് ഇവിടെ സഞ്ജയന്റെ, അല്ലെങ്കിൽ സാധാരണ ഒരാളാണെങ്കിൽ ധൃതരാഷ്ട്ര ഇത്രയും കാര്യങ്ങൾ, ഉപദ്രവങ്ങളെല്ലാം ചെയ്തു, ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം അവരോടൊരു അടുപ്പം തോന്നില്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ കൂടെയാണോ ഞാൻ ജീവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ഉപദേഷ്ടാവായിട്ടാണോ ഞാൻ ജോലി ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ദുഃഖം ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോഴും ധൃതരാഷ്ട്രയോട് വളരെ അടുപ്പുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ധൃതരാഷ്ട്രൻ എന്ന ആ വ്യക്തിയെ വളരെ അടുത്തറിയുന്ന ഒരാളാണ് സഞ്ജയൻ. അപ്പൊ അതാണ് ഒരു ഭക്തന്റെ ഗുണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവ്, ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മനുഷ്യന് കൊടുക്കേണ്ട ആദരവ് അപ്പോഴും അദ്ദേഹം കൊടുത്തിരുന്നു. ഇത്രയെല്ലാം ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും കാണാതെ, അതിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ ഗുണങ്ങളെ മാത്രം കണ്ടു. എങ്ങനെയാണ് ഒരു വ്യക്തിയെ ശ്രേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊണ്ടുവന്നത്? ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, പ്രണാദപി സുനിച്ചേന തരോരപി സഹിഷ്ണുനാം അമാനീന മാനദേന കീർത്തനീയ സദാഹരി. ഒരു പുല്ല് പോലെ ഇരിക്കണം. പ്രണാദപി, ഒരു പുല്ല് പോലെ. ഓക്കെ, അത്രയും ക്ഷമ, അത്രയും ഹമ്പിളായിരിക്കണം. ആര് എത്ര വന്ന് നമ്മൾ ചവിട്ടിപ്പോയാലും ശരി, വീണ്ടും ആ പുല്ല് ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കും. ഒരു പ്രൊട്ടസ്റ്റ്, ഒരു കംപ്ലൈന്റും ഇല്ല. തരോടപ്പി സഹിഷ്ണുനാം, ഒരു വൃക്ഷത്തെ പോലെ സഹിഷ്ണുത കാണിക്കുന്ന ആളായിരിക്കണം, അല്ലെ? വൃക്ഷം ആര് അതിന്റെ കൊമ്പ് കിട്ടിയാലും ശരി, അതിന്റെ ഫലങ്ങളോ ഇലകളോ എടുത്താലും ശരി, അതിനെ മുഴുവനും നശിപ്പിച്ചാലും ശരി, യാതൊരു പ്രൊട്ടസ്റ്റും ചെയ്യില്ല. പിന്നെന്താണ് പറയുന്നത്? അമാനീന മാനദേന, നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ആദരവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേ സമയത്ത് മറ്റുള്ളവരെ എല്ലാവരും ആദരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിക്കാണ് കീർത്തനീയ സദാഹരി. എപ്പോഴും അതായത് ഭഗവാന്റെ സ്തുതി ചെയ്യാൻ പറ്റുള്ളൂ, വളരെ ആത്മാർത്ഥമായിട്ട്. അപ്പൊ അതാണ് ഇവിടെ ഇങ്ങനെയുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ കുറ്റങ്ങളും കുറവുകളും ഒന്നും കാണാതെ ഭഗവാന്റെ ആ സ്തുതി പാടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വിനമ്രത, ഒരു കമ്പാഷൻ ഉണ്ടായിരിക്കണം. അപ്പോ സഞ്ജയൻ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും ആ കൊടുക്കേണ്ട ആ ആദരവ് ധൃതരാഷ്ട്രർ കൊടുക്കുന്നു. എന്താണ് ശ്രേഷ്ഠത്വം? ധൃതരാഷ്ട്രരുടെ വയസ്സിൽ എത്രയോ മൂത്തതാണ്, മുതിർന്നതാണ്. അതുകൊണ്ട് ആ സ്ഥാനം. അപ്പോൾ ഒരാളെ നമ്മൾ ശ്രേഷ്ഠമായിട്ട് എങ്ങനെ കാണുക? ഒന്നുകിൽ അറിവുണ്ടായിരിക്കണം നമ്മളെക്കാട്ടിലും, അതുപോലെ വയസ്സിൽ കൂടുതലുണ്ടായിരിക്കും, അനുഭവത്തിൽ കൂടുതലുണ്ടായിരിക്കും. അങ്ങനെ പല പല ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മാത്രമല്ല ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നെ അറിവുണ്ടെങ്കിലും ശരി, അവരെന്താണ് വിചാരിക്കാൻ, എനിക്ക് യാതൊരു അറിവുമില്ല, ഞാൻ മറ്റുള്ളവരെക്കാളും എത്രയും താഴ്ന്ന നിലയിലാണ്. സനാതന ഗോസ്വാമിയും രൂപ ഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയപ്പോ അവര് രണ്ടുപേരും വൈക്കോൽ വെച്ചിട്ട് ആണ് പോയത്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്? അവര് പറയുന്നു, എല്ലാവരും പറയുന്നു ഞങ്ങൾ വളരെ സ്കോളേഴ്സാണ്, പണ്ഡിതന്മാരാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ഒരു കാര്യമായിരുന്നു, ഞാൻ ആരാണ് എന്ന തത്വം ഇതേവരെ മനസ്സിലായിട്ടില്ല. പലതും പറഞ്ഞേക്കാം, പണ്ഡിതനാണ്, സ്കോളറാണെന്നെല്ലാം. പക്ഷെ ഞാൻ ആരാണ്
എന്നുള്ള ആ തത്വം ഞങ്ങൾക്ക് അറിയാത്തത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഭഗവാന്റെ മുമ്പിലും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ മുമ്പിലും നമ്മൾ എങ്ങനെ ചെല്ലണം? നമ്മൾ വായ് തുറക്കരുത്. എന്താണ് തുറക്കേണ്ടത്? ചെവിയാണ് തുറക്കേണ്ടത്. നമ്മൾ അവരുടെ ഉപദേശം കേൾക്കുകയാണ്, നമ്മൾ പറയുകയല്ല വേണ്ടത്. സാധാരണ നമ്മൾ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറവറാണ് വേഗം വേഗം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഒരുപാട് അറിവുണ്ട് എന്ന് കാണിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലെ? അപ്പോ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് പോകുമ്പോൾ, മഹത് വ്യക്തികളുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ഇയേഴ്സ് ഷുഡ് ബി ഓപ്പൺ. ശ്രവിക്കണം. നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഫലിപ്പിക്കുകയല്ല, ഞാൻ വലിയ ആളാണ്, അതല്ല ചെയ്യേണ്ടത്. ഇതാണ് സഞ്ജയന്റെ ആ ഒരു വിനമ്രത, ഒരു നല്ലൊരു ഭക്തന്റെ ആ ഒരു ക്വാളിറ്റി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So Sanjaya was a personal assistant of Maharaja Dhritarashtra for a very long time, and thus he had the opportunity to study the life of Dhritarashtra. ഒരുപാട് കാലമായിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ പേഴ്സണൽ സെർവന്റ് ആയിരുന്നു, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് ഇൻ ആൻഡ് ഔട്ട് എല്ലാം അറിയാം. ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കുമ്പോൾ അവരെ പറ്റി കംപ്ലീറ്റ് അറിയാൻ പറ്റും, അല്ലെ? ആൻഡ് വെൻ ഹി സോ അറ്റ് ലാസ്റ്റ് that Dhritarashtra without his knowledge, his sorrows had no bound. അദ്ദേഹം അവിടുന്ന് വിട്ടുപോയപ്പോ സഞ്ജയന് ഉള്ള ആവശ്യത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. He was fully compassionate towards Dhritarashtra because in the game of the battle of Kurukshetra, King Dhritarashtra had lost everything, men and money. And at last the king and the queen had to leave home in utter frustration. എല്ലാം നഷ്ടപ്പെട്ടു. മക്കളെ നഷ്ടപ്പെട്ടു, രാജഭരണം നഷ്ടപ്പെട്ടു, കൊട്ടാരം നഷ്ടപ്പെട്ടു, പൊസിഷൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ വിഷമത്തിൽ അവര് അവിടെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും, അവരുടെ ആ ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. He studied the situation in his own way because he did not know that the inner vision of Dhritarashtra has been awakened by Vidura, and that therefore he had left home in enthusiastic cheerfulness for a better life after departure from the dark well of home. അപ്പോൾ ധൃതരാഷ്ട്രയെ പറ്റിയിട്ട് എന്താണ് ധരിച്ചു വെച്ചത്? അതായത് അവരുടെ വിഷമം കൊണ്ട് അവർ വിട്ടുപോയാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല, വിതുരർ വന്നിട്ട് അദ്ദേഹത്തിന് ഈ ആധ്യാത്മിക പാതയിലേക്കുള്ള ആ വഴിയെല്ലാം പറഞ്ഞു കൊടുത്തു, അതിനുള്ള അഡ്വൈസ് ഉപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ്, അവസാന നിമിഷമാണെങ്കിലും കൂടിയിട്ട് ആ അറ്റാച്ച്മെന്റ് എല്ലാം വിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവര് അവിടെ വിട്ടുപോയത് എന്ന കാര്യം സഞ്ജയന് അറിയില്ലായിരുന്നു. Unless one is convinced for a better life after renunciation of the present life, one cannot stick to the renounced order of life simply by artificial dress or staying out of the home. അപ്പോ ഈ ദേഹം വിട്ട് നമുക്കൊരു നല്ല ദേഹം കിട്ടണം, അതിൻ്റെ ആ ഒരു തത്വം മനസ്സിലാക്കാതെ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ത്യാഗിയായിട്ട് വൈരാഗിയായിട്ട് നമുക്ക് വീട് വിട്ടിറങ്ങാൻ പറ്റില്ല. ഇവിടെ അപ്പോ ഇവിടെ സ്വന്തം ആൾക്കാർ കൂടി പറയാതെ ആ കാര്യം തത്വം അതേപോലെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ അടുത്ത ജീവിതം, അടുത്ത ഒരു ദേഹം, നമുക്കൊരു നല്ല കുടുംബത്തിൽ ജനിക്കാൻ പറ്റും, ഒരു നല്ലൊരു ഭക്തന്മാരുടെ കുടുംബത്തിൽ ജനിക്കാൻ പറ്റും. അതല്ല നമ്മൾ ആ ആധ്യാത്മിക പാതയില് വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആധ്യാത്മിക ലോകം കൈവരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു നല്ല നാളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ ദേഹം നശ്വരമാണ്, ഈ ദേഹത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആനന്ദം കിട്ടില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ദുഃഖാലയം അശാശ്വതം, അല്ലെ? അപ്പൊ ഈ ദേഹത്തില്, ഈ ഭൗതിക ലോകത്തില് നമുക്ക് ഒരിക്കലും സുഖം കിട്ടില്ല, അത് ദുഃഖം മാത്രമേ തരുള്ളൂ, അത് താൽക്കാലികമാണ്. അതുകൊണ്ട് ഒരു നല്ല നാളെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വൈകുണ്ഠത്തിൽ പോകാനുള്ള, അപ്പൊ ആ വൈകുണ്ഠത്തിൽ എന്ന് പറഞ്ഞാൽ കുണ്ഠിതമില്ലാത്ത ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ അവർ ചെയ്തത്. പക്ഷേ സഞ്ജയന് ഇതറിയില്ലായിരുന്നു. വിതുരനും ധൃതരാഷ്ട്രം തമ്മിലുള്ള സംവാദത്തെ പറ്റിയിട്ട് സഞ്ജയന് അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ one cannot stick to the renounced order of life simply by artificial dress or staying out of the home. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഭൗതിക തലത്തിൽ എന്തെങ്കിലും പ്രശ്നം കാരണം നമ്മൾ വീട് വിട്ട് പുറത്തു പോയാലും
ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഒരു ഭക്തന്റെ ഒരു വൈരാഗിയുടെ വസ്ത്രം അണിഞ്ഞാലും നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ വൈരാഗ്യം എവിടുന്ന് വരണം? ഉള്ളിൽ നിന്ന് വരണം. പുറമെ നമുക്കൊരു ഡിവോയിറ്റായിട്ട് അഭിനയിക്കാൻ പറ്റും. നല്ല തിലകൊക്കെ ഇട്ട് കണ്ടിമാലയിട്ട് ഒക്കെ അതിനനുസരിച്ചിട്ടുള്ള കുർത്ത പൈജാമ അങ്ങനെയൊക്കെ ഇട്ട് നമുക്കൊരു ഭക്തനായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ അതൊരിക്കലും അത് നിലനിൽപ്പുണ്ടാവില്ല എന്നാണ് പ്രഭുപാദ ഇവിടെ പർപ്പോട്ടിൽ പറയുന്നത്. X36. വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിസ്ഥാഭ്യാത്മനം ആത്മനാം അജാതശത്രും പ്രത്യുച്ഛേ പ്രഭോ പാണ്ഡവ അനുസ്മരൻ. വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മനം ആത്മനാം അജാതശത്രും പ്രത്യുച്ഛേ പ്രഭോ പാണ്ഡവ അനുസ്മരൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഭിജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. വിമൃജ്യാശ്രുണി പാണിഭ്യാം വിഷ്ടാഭ്യാത്മനമാത്മനാ അജാതശത്രും പ്രത്യുച്ഛേ പ്രഭോ പാദാവനുസ്മരൻ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവേകത്താൽ സ്വമനസ്സിനെ സ്വാന്തനപ്പെടുത്തിയ ശേഷം അശ്രുക്കൾ തുളച്ചുകൊണ്ട് തന്റെ യജമാനായ ധൃതരാഷ്ട്രയുടെ പാദങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മഹാരാജാവ് യുധിഷ്ഠിരനോട് സഞ്ജയൻ ഇപ്രകാരം മറുപടി പറയുവാൻ ആരംഭിച്ചു. First, he slowly pacified his mind by intelligence, and wiping away his tears and thinking of the feet of his master Dhritarashtra, he began to reply to Maharaja Yudhishthira. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് സഞ്ജയന്റെ അടുത്ത് വന്നിരിക്കുകയാണ്, അന്വേഷിക്കുകയാണ് ധൃതരാഷ്ട്രയും ഗാന്ധാരിയും അതേപോലെ വിതരയും പറ്റിയിട്ട്. ആദ്യം അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല. പിന്നീട് സ്വന്തം മനസ്സിനെ തൻ്റെ ബുദ്ധി കൊണ്ട് പാസിഫൈ ചെയ്തു, കൺട്രോൾ ചെയ്തു, സമാധാനിപ്പിച്ചു. എന്നിട്ട് തൻ്റെ അശ്രുക്കളെ തുടച്ച് ധൃതരാഷ്ട്ര പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് യുധിഷ്ഠിരനോട് മറുപടി പറയാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഫാക്കൽറ്റീസ്, ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസ് ഉണ്ടല്ലേ, നമ്മളുടെ പല, അതായത് സെൻസസ്, നോളജ് അക്വയറിങ് സെൻസസ് എത്ര എണ്ണമാണ്? 5 എണ്ണം അല്ലെ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിലും മീതെയാണ് മനസ്സ്, അതിലും മീതെയാണ് ഇന്റലിജൻസ്, അതിലും മീതെയാണ് ആത്മാവ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ സമാധാനിപ്പിക്കും? എന്താണ്, ഏത് ഫാക്കൽറ്റിയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിനെ സമാധാനിപ്പിക്കാൻ? ബുദ്ധി. ബുദ്ധി. ആ ബുദ്ധി ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അപ്പൊ മനസ്സിന്റെ എന്താണ് ശരി തെറ്റ്, അത് പ്രകാരം അല്ലേ? മനസ്സിന്റെ പ്രധാന രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ചെന്ന് accepting and rejecting. Accepting and rejecting. പിന്നെ തിങ്കിങ്, വില്ലിങ് ആൻഡ് ഫീലിംഗ്. അപ്പോൾ ഇന്ത്യൻസ് നമ്മളുടെ ബുദ്ധി എന്താണ്? അതിനെ ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്ന് പറയുന്നു. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ്. നല്ലതെന്ത്, ചീത്തത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളെ നമ്മൾ അവലോകനം ചെയ്തിട്ട് അത് പ്രകാരം നമ്മൾ മനസ്സിനെ ഡയറക്റ്റ് ചെയ്യണം. അതാണ് ബുദ്ധി ചെയ്യേണ്ടത്. പക്ഷെ സാധാരണ നമ്മളുടെ എല്ലാവരുടെയും ബുദ്ധി അവിടെ ഉറങ്ങിക്കിടക്കാരും. അപ്പം മനസ്സാണ് അതിൻ്റെ കൺട്രോള്, അതിൻ്റെ റിഡിൽ, അതിൻ്റെ കടിഞ്ഞാണ് പിടിക്കുന്നത്. കടിഞ്ഞാണ് ആരുടെ കയ്യിലായിരിക്കണം? ബുദ്ധിയുടെ കയ്യില്. അത് വിട്ടിട്ട് കടിഞ്ഞാണ് നമ്മുടെ മനസ്സിന്റെ കയ്യിലായിരിക്കും. മനസ്സായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. മനസ്സ് അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ അതിനുപരി നമ്മളുടെ ഇന്ദ്രിയങ്ങള് മനസ്സിനെ ഓവർ പവർ ചെയ്യും. ഇന്ദ്രിയങ്ങള് മനസ്സിനെ ഓവർ പവർ ചെയ്യും. അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കീഴിലും വരും.
ഇന്ദ്രിയങ്ങൾക്ക് എന്താണ്? എൻ്റെ കണ്ണിന് നല്ല നല്ല കാഴ്ചകൾ കാണണം, ചെവിക്ക് നല്ല നല്ല ശബ്ദങ്ങൾ കേൾക്കണം, ത്വക്കിന് നല്ല നല്ല ആ ഒരു ഫീലിംഗ്, ടച്ച്, ഓക്കെ, ത്വക്കിൻ്റെതായിട്ടുള്ള ടച്ച് ഫീലിംഗ് വേണം. നാവിന് സംസാരിക്കണം, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ? മൂക്കിന് നല്ല സ്മെല്ല് വേണം. ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചായിരിക്കും? നല്ലതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ നല്ലതിന്റെ ഒരു ക്രൈറ്റീരിയ? മനസ്സിന് എന്താണ് തോന്നുന്നത് അതാണ് നല്ലത്. മനസ്സിന് എന്താണ്, അത് മനസ്സിന് എന്താണ് തോന്നുന്നത്, എങ്ങനെ എന്ത് തോന്നും, അതിന്റെ ക്രൈറ്റീരിയ ആണ് ചോദിച്ചത്. ആഗ്രഹം വരും. ആഗ്രഹം, ശരിയാണ്. ആസ്വാദനം. ഓക്കെ, അതെല്ലാം ശരിയാണ്. ഓക്കെ, മനസ്സിന് എന്താണ് തോന്നുന്നത് അത് ചെയ്യും, ആഗ്രഹങ്ങൾ വരും. പക്ഷെ ഈ ആഗ്രഹം നല്ലതാണോ ചീത്തയാണോ, ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ, അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? അനുഭവമാണോ? ചിന്തകളാണ്. അത് ഓരോരുത്തരുടെയും അവരുടെ എന്താണ് അവരുടെ ചിന്തകൾ അതിനനുസരിച്ചിരിക്കും. എന്തിലാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും മനസ്സിന്റെ ചിന്തകൾ. ആ ചിന്തകളായിരിക്കും പ്രോത്സാഹിപ്പിക്കുക. അതന്നെ, ശരി. ആ ചിന്തകള് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകള്. ഫോർ എക്സാമ്പിൾ, ഒരു നല്ല വസ്തുവിനെ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹം വരും, അല്ലേ? അപ്പൊ ഇപ്പൊ 3 പേര് കാണാണ് ഒരു വസ്തു, പൈസ വഴിയിൽ കിടക്കുകയാണ്, ഒരാളുടെ കളഞ്ഞുപോയി. ഓക്കെ, നമുക്കൊരു 10,000 റുപ്പീസ് ഉണ്ട്. ആ 10,000 റുപ്പീസ് കണ്ടാൽ ഒരാൾ വിചാരിക്കുന്നു, ഓ നല്ലതാണ്, എൻ്റെ എനിക്ക് പൈസ ഇല്ല, ഞാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് കിട്ടി, നന്നായി. ഓക്കെ, ഭഗവാൻ എത്ര കൃപാലുവാണ്, ഭഗവാൻ അറിഞ്ഞ് എനിക്ക് തന്നു, ആ പൈസ ഞാൻ എടുത്തിട്ട് എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. വേറൊരു വ്യക്തി വിചാരിക്കുന്നു, ഓ ഇത് എൻ്റെ പൈസയല്ല, ഞാൻ എന്തിനാ അതിനെ ബുദ്ധിമുട്ടുന്നത്, വല്ലവരെയും പൈസ ആയിരിക്കും, ഞാൻ ഇതിനെ ഗവനിക്കുന്നില്ല, അത് വിട്ടുപോകുന്നു. വേറൊരു വ്യക്തി വിചാരിക്കുന്നു, ഈ പൈസ ഏതൊരു വ്യക്തിയുടെ പാവം എങ്ങനെയും കടന്നു പോയേക്കും, വളരെ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും, അപ്പൊ ഈ പൈസ ആരുടെയാണ്, ഞാൻ ഇതിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഉടമസ്ഥന് കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം അദ്ദേഹത്തിനുണ്ടായിരിക്കും. 3 പേരും ചിന്തിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ ചിന്തിക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? ഇതാണ് ഞാൻ ചോദ്യം. ഇതാണ് പറയുന്നത്. അത് അവരുടെ ഗുണത്തിനെ ആശ്രയിച്ചിരിക്കും. അപ്പോ ഞാൻ സന്തോഷിക്കുന്നു, ആ സന്തോഷം സത്വഗുണത്തിലാണോ രജോ ഗുണത്തിലാണോ തമോ ഗുണത്തിലാണോ എന്ന് നമ്മളുടെ ഗുണത്തിന്റെ അനുസരിച്ചിരിക്കും, നമ്മൾ ഏത് ഗുണത്തിലാണ് നിൽക്കുന്നത്, അല്ലെ? അപ്പൊ പൈസ അതെടുത്ത് അതിൻ്റെതായിട്ടുള്ള ആ വ്യക്തിക്ക് കൈമാറുന്ന ആള് ഏത് ഗുണത്തിലായിരിക്കും? സത്വഗുണത്തിൽ, അല്ലെ? അപ്പൊ മനസ്സ് അത് എനിക്ക് എൻജോയ് ചെയ്യണം, അതായത് സെൻസസ് അതിന് ഓവർ പവർ ചെയ്യും മനസ്സിന്, ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ഓവർ പവർ ചെയ്തിട്ട് ആ ഇന്ദ്രിയങ്ങൾ എന്താണോ ഇന്ദ്രിയ ഭോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏത് ഗുണത്തിലാണോ അവർ നിൽക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. ഇങ്ങനെ ഞാൻ പൈസയുടെ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ. അപ്പോ ഓരോരുത്തർക്കും വിചാരിക്കും, അതായത് ഞാൻ നല്ലതാണ്, അതായത് കാരണം മനസ്സ് അതാണ് പറഞ്ഞു. അപ്പൊ മനസ്സ് അതിന് വഴങ്ങുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ ചെവിയാണെങ്കിലും ശരി, കണ്ണാണെങ്കിലും ശരി, ത്വക്കാണെങ്കിലും ശരി, നാവാണെങ്കിലും ശരി, നാസികയാണെങ്കിലും ശരി, അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കുന്നു. അപ്പൊ ഒരു 4 കുതിരയുള്ള ഒരു കുതിരവണ്ടി അതിന്റെ കടിഞ്ഞാണ് എന്നെ വിട്ടാൽ എങ്ങനെയാണ് കുതിര ഓടുക? 4 എണ്ണം 4 ഡയറക്ഷനിലേക്ക് ഓടും. എന്താണ് അതിന്റെ റിസൾട്ട്? എന്തായിരിക്കും? അപകടം, അല്ലെ? ആക്സിഡന്റ്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ അയച്ചു വിട്ടാൽ മനസ്സ് അതിനെ ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ മനസ്സിനെ ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഹി സ്ലോലി പാസിഫൈ ഹിസ് മൈൻഡ്. അപ്പൊ ഉടനെ ആ സംഭവം തന്ന ഉടനെ ഇന്റലിജൻസ് ഒന്നും പെട്ടെന്ന് വർക്ക് ചെയ്യില്ല. നമ്മുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് ട്യൂബ്ലൈറ്റ് പോലെയാണ്, കുറച്ച് സമയം എടുക്കും കത്താൻ. ഇന്നത്തെ ട്യൂബ്ലൈറ്റ് അല്ല, ഇന്നത്തെ ട്യൂബ്ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പഴയ ട്യൂബ്ലൈറ്റ് ഒക്കെ കുറച്ച് ഓൺ ചെയ്തൊരു കുറച്ച് നേരം കഴിഞ്ഞാലേ കത്തുള്ളൂ. അതേപോലെ നമ്മുടെ ഇന്റലിജൻസ് കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ആ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ചിട്ട് താൻ
ആ ഒരു സംയമനത്തിൽ വന്നിട്ട് ഒരു കമ്പോഷറിൽ വന്നിട്ട് തൻ്റെ അശ്രുക്കളെല്ലാം തുടച്ചു നീക്കി ഇത് മറ്റേ ധൃതരാഷ്ട്രയുടെ പാദങ്ങളിൽ വന്ദിച്ച് മനസ്സുകൊണ്ട് മറുപടി. അതുകൊണ്ടാണ് ആദ്യം തന്നെ മറുപടി കൊടുക്കാൻ പറ്റാത്തത്. അങ്ങനെ ടോട്ടലി ആ ഒരു ഓവർവെൽംഡ് സിറ്റുവേഷനിലായിരുന്നു ആര് സഞ്ജയ്. അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അതായത് നമ്മളിപ്പോ ഒരു എന്തെങ്കിലും അസുഖം വന്നു ഒരാൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനിത്യം സംഭവിച്ചു അല്ലെ, അങ്ങനെ ആകുമ്പോ അത് ആ സമയത്ത് എല്ലാവർക്കും എന്താണ് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എത്ര നല്ല ഭക്തനായാലും ശരി, നമ്മൾ പറയാൻ പാടില്ല നമ്മൾ ഭക്തൻ, നമുക്കറിയാം ഇത് ദേഹമല്ല, ഇത് ആത്മാവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത്? ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കരയേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആത്മാവാണ്, നമ്മുടെ ശരീരമല്ല. അത് ശരിയാണോ? നമ്മളുടെ വേണ്ടപ്പെട്ട വല്ലവർക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരില്ലേ, എമോഷൻ വരില്ലേ? നമ്മൾ ഇത് ആത്മാവല്ല, ആത്മാവാണ്, ശരീരമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ യാതൊരു എമോഷൻ ലെസ് ആയിട്ട്, എമോഷൻ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഏതാണ് ശരി? നമ്മൾ അവിടെ എമോഷണൽ ആവണോ അതോ ആവാതിരിക്കണോ? തീർച്ചയായിട്ടും. പക്ഷെ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നതിനാ, എന്തിനാണ് കരയുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്. ഈ ശരീരം നശ്വരമാണ്. ഈ ശരീരം അല്ലെങ്കിൽ അർത്ഥ ശരീരം വരം കിട്ടും. ദേഹിനോസ്മി നേതാ ദേഹേ കൗമാരം യവനം ചര തഥാ ദേഹാന്തര പ്രാപ്തി ധീരത്രാന മുഹ്യതിലെ. അപ്പൊ ഇത് പഠിച്ച ഒരാള് എന്തിനു കരയണം? എന്താണ് കാരണം? അത്രയ്ക്ക് എത്തിയിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ആ സമയത്ത് ആത്മാവാണെന്നുള്ള ബോധം നമ്മൾ മറക്കും. മനസ്സുകൊണ്ട് ബന്ധത്തെ പറ്റി ചിന്തിക്കും. ഓക്കെ, ആ ബോധം നമുക്ക് ഉണ്ടായിരിക്കാം. എന്നാലോ അപ്പൊ കരയേണ്ട കാര്യമില്ല. എല്ലാവരും സമ്മതിക്കുന്നു? അതായത് ഒരാളിപ്പോ അപ്പൊ എന്റെ വേണ്ടപ്പെട്ട ഒരാള് എന്നെ വിട്ടുപോവാണ്. എനിക്ക് നല്ല ബോധമുണ്ട് അത് ശരീരമാണ് വിട്ടുപോയിരിക്കുന്നത്, ആത്മാവല്ല. ആത്മാവ് വീണ്ടും ഒരു ഭൗതിക ശരീരം അല്ലെങ്കിൽ ആധ്യാത്മിക ശരീരം അവരുടെ കർമ്മഫലം അനുസരിച്ച് ഇരിക്കും. പക്ഷെ ഞാൻ വിഷമിക്കണോ? എനിക്ക് എമോഷൻ ഉണ്ടാവോ ഇല്ലേ? വിഷമിക്കും. പക്ഷേ നമുക്ക് അതിന് നോളജ് ഉള്ളത് കാരണം ഇത് ദേഹം മാത്രമേ നമ്മൾ വിഷമിക്കും. വിഷമം ഉണ്ടാവെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടും. നമുക്ക് ഭഗവാനിൽ നമ്മൾ മനസ്സർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ സ്ട്രെങ്ത് കിട്ടും. അത് ആത്മാവാണ്, വേറൊരു ദേഹം എടുക്കാനാണ്. പക്ഷെ വിഷമം ഉണ്ടാവെങ്കിൽ കൂടിയും നമുക്ക് ആത്മാവിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ ആ സോളിന്റെ ജേർണിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ സഞ്ജയൻ നല്ലൊരു ഭക്തനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത്? അദ്ദേഹത്തിന് അറിയില്ലേ ഈ തത്വം? ഭഗവത്ഗീത മുഴുവനും കേട്ട ആളാണ് സഞ്ജയൻ. സഞ്ജയൻ എന്തിനാണ് വിഷമിക്കുന്നത്? മനസ്സാണ് അവിടെ നിയന്ത്രിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് അത് അങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ശാന്തമാവുള്ളൂ. അപ്പൊ സഞ്ജയൻ മായയിലാണോ? സഞ്ജയനല്ല, സാധാരണ ആൾക്കാര്. ഞാൻ ഉദാഹരണം ഇവിടെ സഞ്ജയന്റെ പറയുന്നത്. സഞ്ജയൻ എങ്ങനെ അർജുനൻ ഭഗവത്ഗീത കേട്ടു, അതേപോലെ സഞ്ജയന് മുഴുവന് ഭഗവത്ഗീത കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ധൃതരാഷ്ട്രക്ക് മനസ്സിലായില്ല. കാരണം അറ്റാച്ച്മെന്റ്, അല്ലെ, തന്റെ പുത്രന്മാരുള്ള ഓവർ അറ്റാച്ച്മെന്റ്. പക്ഷെ സഞ്ജയൻ അങ്ങനെയല്ല. സഞ്ജയന് എങ്ങനെ അർജുനൻ മനസ്സിലാക്കാൻ പറ്റുമോ അതേപോലെ സഞ്ജയൻ മനസ്സിലാക്കി. സഞ്ജയൻ ഒരു ശുദ്ധ ഭക്തനാണ്, വ്യാസദേവന്റെ അനുഗ്രഹമുള്ള ഒരു ശിഷ്യനും കൂടിയാണ്. പക്ഷെ ആ സഞ്ജയന് വിഷമം വരാന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമം വരുന്നത് തെറ്റാണോ? നമ്മളുടെ വേണ്ടപ്പെട്ടവരങ്ങനെ പോയി കഴിഞ്ഞാൽ വിഷമം തീർച്ചയായിട്ടും വരണം. ഇല്ലെങ്കിൽ നമ്മൾ ഹൃദയം ഇല്ലാത്തവനായിരുന്നു. എത്ര നല്ല ഭക്തനായിരുന്നു. നമ്മൾ സാധാരണ ഭക്തനല്ല, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് ഈ ഒരു ശുദ്ധമായിട്ടുള്ള ഭക്തൻ കൂടിയും അവരുടെ കല്ലായിട്ടുള്ള ഹൃദയം കൂടിയും അലിയും. കാരണം ഇത്രയും കാലം ഈ ഒരു വ്യക്തി, ഈ ഒരു ആത്മാവ് ഈ ശരീരം വഴിയാണ് നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് വിഷമുണ്ടായിരിക്കും. ആത്മാവിനെ നമ്മൾ കാണാനുള്ള തലത്തിലല്ല നമ്മൾ,
നമുക്കറിയാം, തത്വത്തിൽ അറിയാം ഇത് ശരീരമല്ല ആത്മാവാണ്. പക്ഷെ ആ തലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. ഈവൻ വളർന്ന ഒരു വ്യക്തിയും കൂടിയിട്ട്, കാരണം ഇത്രയും കാലം 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം 100 കൊല്ലം നമ്മുടെ കൂടെ സഹവസിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തന്ന് നമ്മളെ വളരെ ശ്രദ്ധാപൂർവം പരിചരിച്ച് ശുശ്രൂഷിച്ചിട്ടുള്ള ആ വ്യക്തി നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിഷമം വരും. വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ ഹൃദയം എന്താണ്? കല്ലാണ്. തത്വം അറിയാം, പക്ഷെ ഇത് തുറന്നു കൊണ്ടുപോകാൻ പാടില്ല. ഇത് എന്നും ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെ ഒരുപാട് കാലം വിട്ടുപോകുമ്പോൾ അവർക്ക് ആ തത്വം അറിയില്ല എന്നർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി അതിന്റെ ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇമോഷണൽ ആയിരിക്കും, നമ്മളുടെ ത്രോട്ട് ചോക്കാവും, നമുക്ക് കണ്ണുനീര് അതായത് ആശുക്കൾ വരും, നമ്മൾ പറഞ്ഞ ആ പരിസ്ഥിതി മുഴുവൻ മറക്കും. അതെല്ലാം സംഭവിക്കുന്നത് എത്ര വലിയ ഭക്തനായാലും. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇവിടെ സഞ്ജയ് നമുക്ക് കാണിച്ചിരുന്നത്. അപ്പൊ നമ്മൾ തത്വങ്ങൾ അറിഞ്ഞാലും ശരി, തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ മനസ്സിലാക്കും, യെസ് ഇതെല്ലാം ടെമ്പററി ആണ്. നമുക്ക് ഭഗവാൻ നിമിത്തം അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വന്നു, എത്രയോ നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റി, നമുക്ക് നല്ല ഉപദേശങ്ങൾ കിട്ടി. അപ്പൊ അവരുടെ ഉപദേശപ്രകാരം നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിതം നയിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ നമുക്ക് ഒരുക്കി തരും. അപ്പൊ ഇതിനെ ഓർത്തിട്ട് ദുഃഖിക്കുകയല്ല വേണ്ട. അങ്ങനെ ദുഃഖിക്കുന്നത് തെറ്റാണ്. ഒരുപാട് കാലം, ഒരു മാസം കഴിഞ്ഞാലും ആ ദുഃഖം തീർന്നില്ല. നമ്മൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ആ സമയത്ത് ഒരു ദുഃഖം വരും. പക്ഷെ അത് എപ്പോഴും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഒരു ഡിവോട്ടി ആണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് ഭഗവാൻ നമുക്ക് തരും. അത് ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ? ഡസ് ഇറ്റ് മേക്ക് സം സെൻസ്? അപ്പൊ അതാണ് ഇവിടെ. Thus he slowly pacified his mind by intelligence and wiping away his tears and thinking of the feet of his master. അപ്പോഴും സഞ്ജയൻ തന്റെ മാസ്റ്ററായിട്ടിനെ കാണുന്നത്. ഇത്ര തന്നെ ഇപ്പൊ ഈവൻ അവസാനമായിട്ട് ധൃതരാഷ്ട്ര ആ യുദ്ധം എല്ലാം തോറ്റ ശേഷം ഭീമനെ വധിക്കാൻ ശ്രമിച്ചു. എങ്ങനെയാണത്? ആലിംഗനം ചെയ്തിട്ട് അല്ലേ? നല്ല കാലത്തിന് ഭഗവാൻ കൃഷ്ണന്റെ എല്ലാം അന്തർയാമിയാണ്, എല്ലാം അറിയുന്നതുകൊണ്ട് ഭീമനെ മാറ്റി ഭീമന്റെ ആ ഒരു പ്രതിമ അവിടെ കൊണ്ടുവച്ചു. ആ ഭീമന്റെ പ്രതിമ എവിടുന്ന് കിട്ടി ആ സമയത്ത്? ഭഗവാന്റെ പ്ലാൻ ആയിരുന്നു. ഭഗവാന്റെ പ്ലാനാണ്. ഭീമന്റെ പ്രതിമ ആ സമയത്ത് ഉണ്ടാക്കുകയെ വിതുരരാണോ ഉണ്ടാക്കിയത് പ്രഭുജി? ആരുണ്ടാക്കിയത്? വിതുരര്? അല്ലല്ല, വിതുരൊന്നുമല്ല. അറിയില്ലേ പ്രഭുജി? കേട്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല. ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്ര തന്നെ ഒരു പ്രതിമ ഭീമന്റെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആര് വെച്ചു? ധൃതരാഷ്ട്ര. ഇല്ല, ധൃതരാഷ്ട്ര കണ്ണു കാണാത്ത ധൃതരാഷ്ട്ര പ്രതിമ ഉണ്ടാക്കി വെക്കോ? അതൊക്കെ പെട്ടെന്ന് വരികയാണ്. അതായത് ഭീമൻ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വരാണ് എല്ലാം യുദ്ധം കഴിഞ്ഞിട്ട്. അപ്പൊ ഭീമനാണ് തൻ്റെ 100 മക്കളുടെയും മരണത്തിന് കാരണം. ആ ഒരു ദേഷ്യം അത്രയും, അതായത് വളരെതായിട്ട് നിൽക്കുന്ന സമയത്താണ്. ദുര്യോധനൻ ഭീമനോട് എത്ര ദേഷ്യം എന്ന് പറഞ്ഞതില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ഭീമനെ ആക്രമിക്കാൻ പറ്റില്ല, അതിനുള്ള ശേഷിയില്ല. അപ്പോ ഒരു ജിമ്മില് നമ്മൾക്ക് പ്രതിമകളെക്കല്ലേ, നമ്മൾക്ക് ദേഷ്യം വരുമ്പോ പിടിക്കാനൊക്കെ ബോക്സിങ് ചെയ്യാനുണ്ട്. അപ്പൊ ഭീമന്റെ ജിമ്മില് ഭീമന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദേഷ്യം വരുമ്പോ ഒക്കെ ഭീമനെ പഞ്ച് ചെയ്യും. അങ്ങനെ ഭീമന്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണൻ ഭീമനെ അവിടുന്ന് മാറ്റിയിട്ട് ആ പ്രതിമ അവിടെ വെച്ചു. അപ്പൊ ദുര്യോധനന് എപ്പൊക്കെ ദേഷ്യം വരുന്നു ഭീമന്റെ അടുത്ത്, അപ്പൊ ചെന്നിട്ട് അവിടെ ഇതാണ് പണി, ഗുസ്തി പഞ്ച് ചെയ്യുക. ഒന്നും കാണിച്ചാൽ റിയാക്ട് ചെയ്യല്ലോ, പ്രതിമയല്ലേ. അപ്പൊ ആ പ്രതിമ അവിടെ കൊണ്ടുവച്ചു എന്നാ പറയുന്നു. അപ്പൊ ആലിംഗനം ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? പൊടിയായി. അപ്പൊ ഭീമനായിരുന്നു ആ സ്ഥാനത്ത് എന്തായിരിക്കും? അപ്പൊ തന്റെ തപോബലം, അതുവരെയുള്ള ആ തപോബലത്തെ മുഴുവനെ കംപ്ലീറ്റ് ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് ആലിംഗനം ചെയ്തത്. അപ്പൊ ഇത്രയും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിമ പൊടി ആവണമെന്നുണ്ടെങ്കിൽ ഭീമൻ എന്തായിരുന്നിരിക്കും?
സ്ഥിതി ആ സ്ഥാനത്ത്. ഭീമൻ ശരിക്കും ഭീമനായിരുന്നെങ്കിൽ. അപ്പൊ ഇതും കൂടിയും സഞ്ജയന് അറിയാം. എന്നിട്ടും മാസ്റ്റർ തിങ്കിങ് ഓഫ് ദ ഫീറ്റ് ഓഫ് ഹിസ് മാസ്റ്റർ. അപ്പൊ എന്താണ് വീണ്ടും പറഞ്ഞവര്? തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുനാം അമാനീന മാനദേന കീർത്തനീയ സദാ. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ ആ ദൂഷ്യങ്ങളല്ല കാണേണ്ടത്, അവരുടെ നല്ല വശങ്ങൾ മാത്രം. അതാണ് നല്ലൊരു ഭക്തന്റെ. നമുക്ക് ആ തലത്തിലേക്ക് ഉയരാൻ എപ്പോ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും കൂടി ദാറ്റ്സ് എ സിംറ്റം ഓഫ് എ പ്യുവർ ഡിവോട്ടി. നമ്മൾ എത്ര തന്നെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ ഒരാളായിട്ട് ഇങ്ങനെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എന്താ പറയാ സാധാരണ? ഇനി കഴിഞ്ഞു, ഇനി യാതൊരു ബന്ധവും ഇല്ല. അവിടെ ബന്ധം നമ്മൾ ഖണ്ഡിക്കും. ഐ ഡോണ്ട് വാണ്ട് സച്ച് എ റിലേഷൻഷിപ്പ്, സച്ച് എ ഫ്രണ്ട്ഷിപ്പ്. ഇങ്ങനത്തെ ആളായിട്ടാണോ ഞാൻ ഇത്രയും കാലം സുഹൃത്ത് ബന്ധം കൊണ്ടുവന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ തന്നെ പഴിക്കും. അതല്ലേ നമ്മൾ സാധാരണ ചെയ്യാം. അതെ അതെ പ്രഭു. അപ്പൊ ഇതാണ് സാധാരണ ഒരു വ്യക്തിയും ഒരു ഭക്തനും തമ്മിലുള്ള വ്യത്യാസം. 37. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസ്ഥിതം പിത്രോർവാക്കുല നന്ദനാം ഗാന്ധാര്യാവ മഹാബാഹോ മൂഷിതോസ്മി മഹാത്മഭി. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസ്ഥിതം പിത്രോർവാക്കുല നന്ദനാം ഗാന്ധാര്യാവ മഹാബാഹോ മൂഷിതോസ്മി മഹാത്മഭി. ഹരേ കൃഷ്ണ. സഞ്ജയ ഉവാച നാഹം വേദവ്യവസിതം പിത്രോർവാകുലനന്ദന ഗാന്ധാര്യാ വാ മഹാബാഹോ മൂഷിതോസ്മി മഹാത്മഭിഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. സഞ്ജയൻ പറഞ്ഞു, എന്റെ പ്രിയ ഗുരുനന്ദന, അങ്ങയുടെ ഇരു പിതൃ സഹോദരന്മാരുടെയും ഗാന്ധാരിയുടെയും ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഞാൻ അജ്ഞനാണ്. ഹേ രാജാവേ, മഹാത്മാക്കളാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. Sanjaya said, my dear descendant of the Kuru dynasty, I have no information of the determination of your two uncles and Gandhari. O king, I have been cheated by those great souls. സഞ്ജയൻ പറഞ്ഞു ആരോടെ? യുധിഷ്ഠിര മഹാരാജൻ പറഞ്ഞു, ഓ ഡിസെൻഡന്റ് ഓഫ് ദ കുരു ഡൈനാസ്റ്റി, ഐ ഹാവ് നോ ഇൻഫർമേഷൻ, എനിക്ക് യാതൊരു വിവരമില്ല. അതായത് അങ്ങയുടെ രണ്ട് അങ്കിൾസ്, അതായത് ധൃതരാഷ്ട്രവും വിതുരനും ആൻഡ് ഗാന്ധാരി, ഇവരെ എന്നെ വഞ്ചിച്ചു എന്നാ പറയുന്നത്. ഇവർ മൂന്നുപേരും എന്നെ വഞ്ചിച്ചു വിട്ടുപോയി. ഐ ഹവ് ബീൻ ചീറ്റഡ് ബൈ ദോസ് ഗ്രേറ്റ് സോൾസ്. ഗ്രേറ്റ് സോൾസ് വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. ചീറ്റഡ്, ചതിച്ചു. ഗ്രേറ്റ് സോൾസ് ചതിക്കുവോ? പിന്നെ എന്താണ് ഇവിടെ ഒന്ന് പറയാൻ കാരണം? ഇവിടെ സഞ്ജയൻ പറയുന്നു ഐ ബീൻ ചീറ്റഡ്, എന്നെ വഞ്ചിച്ചു. അതിന് അതേ സമയത്ത് ആരാണ് വഞ്ചിച്ചത്? ഗ്രേറ്റ് സോൾ, സാധാരണ വ്യക്തിയാണ്, മഹത് വ്യക്തികളാണ്. മഹത് വ്യക്തികളായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ വഞ്ചിക്കും? എന്താണ് ഇവിടെ വഞ്ചന കാണിച്ചത്? ഇത്രയും അടുപ്പമുള്ള എന്നോടും കൂടി പറയാതെ അവര് പോയി കളഞ്ഞു. അതൊരു വഞ്ചനയല്ലേ? അപ്പൊ നമ്മള് വളരെ അടുപ്പുള്ള ഒരാള്, അവരെ കാണാത്തത് കൊണ്ടുള്ള വിഷമമല്ലേ? അതെ, അവര് പോയി കഴിഞ്ഞു, നമുക്കറിയാൻ സംഗതി. പക്ഷെ പോകുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞു പോയി, ഇത്രയും കാലം ഞാൻ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും നീ അത്രയും ആ സുഹൃബന്ധം ഇനി പറയാൻ പാടില്ലാത്തും കൂടിയും പറയുന്ന ആ ഒരു സുഹൃബന്ധമുള്ള ഒരു രണ്ട് വ്യക്തികളെ അവസാന നിമിഷത്തില് ഇങ്ങനെ പറയാതെ പോയാൽ അത് വഞ്ചനയല്ലേ? നമ്മളൊക്കെ പറഞ്ഞാൽ അവര് ചിലപ്പോ തടഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചായിരിക്കും പറയാതിരുന്നത്. അല്ലെ, അപ്പൊ അതൊരു വഞ്ചനയല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. സഞ്ജയൻ തോന്നുന്നു എന്നെ വഞ്ചിച്ചു എന്നാ പറയുന്നത്. ഇത്രയും നല്ല ഒരു സുഹൃബന്ധം ഉണ്ടായിട്ടും ഈ ഒരു കാര്യം പറഞ്ഞു. നമുക്ക് എന്താ തോന്നുന്നത്? നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാള് എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നമ്മൾ അയ്യോ ഇത്രയും കാലം ഇദ്ദേഹത്തിനാണല്ലോ വിശ്വസിച്ചത്, എന്നെ ഇങ്ങനെ വഞ്ചിക്കും ഞാൻ ഒരിക്കലും സ്വപ്നത്തിലും കൂടി ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയില്ലേ നമ്മള്? തോന്നില്ലേ? ആ ഒരു തോന്നലാണ് ഇവിടെ സഞ്ജയൻ തോന്നിയത്. അപ്പൊ ഇവിടെ ഗ്രേറ്റ് സോൾസ് ആണ്, മഹത് വ്യക്തികളാണ്, മഹാത്മാക്കളാണ്. അവരാണ് സഞ്ജയന്റെ കണക്ക് പ്രകാരം വിതുരനും ഗാന്ധാരിയും അതേപോലെ ധൃതരാഷ്ട്രം. അവരെന്നെ വഞ്ചിച്ചു.
അപ്പൊ ഈ വഞ്ചന ശരിയാണോ തെറ്റാണോ? ഓക്കെ, നമുക്കിത് വഞ്ചിച്ചു എന്ന് തന്നെ എടുക്കാം. സഞ്ജയന്റെ വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കാം. ഇവര് മഹത് വ്യക്തികളാണ്, അവർ വഞ്ചിച്ചോ ഇല്ലേ, അത് അഥവാ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ അവർ വഞ്ചിച്ചത്? ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ശരി, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റ്? സാഹചര്യത്തിനനുസരിച്ച് അതിനെ എടുക്കാം. സാഹചര്യം, ഈ സാഹചര്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാ? കാരണം അവര് ഭഗവാൻ ഭക്തരായി അല്ല അങ്ങനെ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിട്ട് പോയാൽ ചിലപ്പോ അവർക്ക് വിഷമമാകാം, അല്ലെങ്കിൽ പിന്നെ പോകണ്ടെന്ന് തടയോ ഒക്കെ ചെയ്താലോ അവരുടെ യാത്രയിൽ അത് തടസ്സമായാലോ എന്ന് വിചാരിച്ചാകാം പറയാതിരുന്നത്. അപ്പൊ അതിലൊരു സെൽഫിഷ്നെസ് ഇല്ലേ? അല്ല, അവരത് പറഞ്ഞു പോയാൽ ഇവര് കൂടെ ചിലപ്പോ കൂടുതൽ ആളുകൾ പോരും എന്നുള്ളതുണ്ടായിരിക്കാം. അപ്പൊ അവര് വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ലല്ലോ ആ തപസ്. അപ്പൊ ഇത് വഞ്ചനയായിട്ട് കാണുന്നത്, ഈ വഞ്ചന ശരിയാണ്. എപ്പോഴാണ് ശരിയാവുക അറിയോ? ഒരു ഉയർന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് വഞ്ചിക്കുന്നെങ്കിൽ അത് ശരിയാണ്. ഇവിടെ അവരെന്തിനാ പോയത്? ഒരു ഉയർന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, തൻ്റെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടെ പോയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരാളെ വഞ്ചിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശാസ്ത്രത്തിന് ഒരുപാട് ഉദാഹരണം പ്രവാചകൻ പറയുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ കുടുംബത്തിനെ വഞ്ചിച്ചു, ഞാനും വഞ്ചിച്ചു എന്നാ പറയുന്നത്. എങ്ങനെ വഞ്ചിച്ചു? അവസാനം പോയ സമയത്ത് പല തവണയും പ്രഭാത് അങ്ങനെ വീട് വിട്ടു പോയിട്ടുണ്ട്, തിരിച്ചു വരാറുണ്ട്. പക്ഷെ അവസാനം യു വാണ്ട് മീ ഓർ ടീ, എന്നെ വേണോ അതോ ചായ വേണോ ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു ടീ മതി. അപ്പൊ ആ ദേശത്തില് ഇറങ്ങിപ്പോയി സന്യാസം എടുത്തു. അവിടെ പ്രഭുപാദ എന്തിന് സന്യാസം എടുത്തു? അതൊരു വഞ്ചനയാണ് പ്രഭുപാദരെ ഭാര്യയെ സംബന്ധിച്ചത്. പക്ഷെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രഭുപാദ എടുത്തത് അല്ലെ? അപ്പൊ ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ, ഉയർന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, മഹത് കാര്യത്തിനാണെങ്കിൽ വഞ്ചന ഓക്കെയാണ്, വഞ്ചിക്കാം, അവിടെ കുഴപ്പമില്ല. സനാതന ഗോസ്വാമി വഞ്ചിച്ചു അല്ലെ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആരെ വഞ്ചിച്ചത്? ജയിലിൽ കിടന്നപ്പോ ജയിലിൽ കിടന്നപ്പോ ജയിലേഴ്സിനെ, ജയിൽ സൂപ്രിൻറ്റൻഡൻസിനെ, ജയിൽ അധികാരികളെ വഞ്ചിച്ചു, അവിടുന്ന് പോയി നുണ പറഞ്ഞു പോയി അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിൽ കാണാം. വഞ്ചിച്ചു, അതായത് നമ്മൾ നുണ പറഞ്ഞു, ചതിച്ചു. അതൊരു ഹയർ പർപ്പസിനാണെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റല്ല. യുധിഷ്ഠിര മഹാരാജാവ് ഒരു കണക്കില് ഡയറക്ട്ലി അല്ലെങ്കിൽ കൂടി ഇൻഡയറക്ട്ലി വഞ്ചിച്ചു. ആരെ? ദ്രോണാചാര്യരെ. അശ്വത്ഥാമാനയുടെ കാര്യം. അതെ അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് വഞ്ചന ഓക്കെയാണ്. മറ്റുള്ളവരെ നികഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വഞ്ചിക്കുന്നത് തെറ്റാണ്. കുട്ടികളോട് നുണ പറയും നമ്മള്. അതായത് ലഡുവിന്റെ ഉള്ളില് കയ്പുള്ള മരുന്ന് നിറച്ചിട്ട് കൊടുക്കും. ഇത് ലഡുവാണ്, നല്ല മധുരമാണ്. ആ വഞ്ചന ശരിയാണോ തെറ്റാണോ? ശരിയാണോ? അല്ലെ? ചീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സഞ്ജയൻ പറയുന്നുണ്ട്, ഐ ഹാവ് ബീൻ ചീറ്റഡ്. ആ ചീറ്റിങ് ഒരു നല്ല കാര്യം. കാരണം വെച്ചാൽ അവരെ ഇത്രയും കാലം ധൃതരാഷ്ട്ര എന്തിലായിരുന്നു? പൂർണ്ണമായിട്ടും ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ഭൗതിക തലത്തിലെ ആസ്വാദനങ്ങളെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ ഒരു സമയത്ത് ആ ഒരു മനസ്സ് മാറി ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാനുള്ള ഒരേ ഒരു അവസാനത്തെ ഒരു അവസരം കിട്ടിയപ്പോ ഇത് പറഞ്ഞാൽ സഞ്ജയനും അത് സഹിക്കില്ല. പിന്നെ സഞ്ജയനും ആ പാത പിന്തുടരും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു വഞ്ചന അവിടെ നടത്തിയത്. So that great souls cheat others may be astonishing to know, but it is a fact that great souls cheat others for a great cause.
പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പർപ്പുള്ള ഇതിന്റെ ഗ്രേറ്റ് സോൾസ് ചീറ്റ് അതേഴ്സ് ഫോർ എ ഗ്രേറ്റ് കോസ്. വലിയൊരു കാരണം ഉണ്ടായിരിക്കും അതിന്റെ പിന്നാലെ, അവരുടെ വഞ്ചന പിന്നാലെ. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ടില്ല, അതിന്റെ പിന്നിൽ വലിയൊരു നോബൽ കോസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലോർഡ് കൃഷ്ണ ആൾസോ അഡ്വൈസ് യുധിഷ്ഠിര ടു ടെൽ എ ലൈ ബിഫോർ ദ്രോണാചാര്യ എന്ന് നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇറ്റ് വാസ് ആൾസോ ഫോർ എ ഗ്രേറ്റ് കോസ്. കാരണം വെച്ചാൽ ദ്രോണാചാര്യരെ അല്ലെങ്കിൽ വധിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വഞ്ചന അവിടെ നടന്നു. The Lord wanted it, and therefore it was a great cause. Satisfaction of the Lord is a criterion of one who is bona fide. And the highest perfection of life is to satisfy the Lord by one's occupational duty. അപ്പൊ ആ വഞ്ചനയില് ഭഗവാന്റെ പ്രീതിയാണ് വെച്ചാൽ അത് യാതൊരു തെറ്റുമില്ല. കാരണം വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ verdict of Gita and Bhagavatam. Dhritarashtra and Vidura, followed by Gandhari, did not disclose their determination to Sanjaya, although he was constantly with Dhritarashtra as his personal assistant. Sanjaya never thought that Dhritarashtra could perform any act without consulting him. ഓരോ കാര്യങ്ങളും സഞ്ജയനോട് ഉപദേശം ആരാഞ്ഞ് ചോദിച്ചിട്ടായിരുന്നു അദ്ദേഹം ചെയ്യുമായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമെന്ന് ഒരിക്കലും സ്വപ്നത്തിനും കൂടിയും അദ്ദേഹം വിചാരിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ധൃതരാഷ്ട്രാസ് ഗോയിങ് അവേ ഫ്രം ഹോം വാസ് സോ കോൺഫിഡൻഷ്യൽ ദാറ്റ് ഇറ്റ് കുഡ് നോട്ട് ബി ഡിസ്ക്ലോസ് ഈവൻ ടു സഞ്ജയ. അത്രയും നിഗൂഢമായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരുന്നു. അതുകൊണ്ട് ഇത്രയും ക്ലോസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള സഞ്ജയനോടും കൂടിയും അത് വെളിപ്പെടുത്താതെയാണ് ധൃതരാഷ്ട്ര അവിടുന്ന് വിട്ടുപോയത്. Sanatana Goswami also cheated the keeper of the prison house while going away to see Sri Chaitanya Mahaprabhu. And similarly, Raghunath Das Goswami also cheated his priest and left home for good to satisfy the Lord. Raghunatha Goswami ആരെയാണ് ചീറ്റ് ചെയ്തത്? എന്തിനാണ് ചീറ്റ് ചെയ്തത് അറിയോ ആർക്കെങ്കിലും? ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരെ ചീറ്റ് ചെയ്തു? അച്ഛനും നിത്യാനന്ദ പ്രഭുവിനെ. നിത്യാനന്ദ പ്രഭുവിനെ അല്ല അല്ല അല്ല. എന്താ പറഞ്ഞ? വീട്ടിൽ നിന്ന് ഓടിപ്പോയത് പ്രഭു. വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇവിടെ എഴുതിണ്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി ആൾസോ ചീറ്റഡ് ഹിസ് പ്രീസ്റ്റ്. ആരാണ് ഈ പ്രീസ്റ്റ്? ആരായിരുന്നു രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ പ്രീസ്റ്റ്? ആരായിരുന്നു? യദുനന്ദനാചാര്യ. അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രീസ്റ്റ് ആയിരുന്നു. വളരെ ധനികരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഒരു ഫാമിലി. അപ്പൊ വീട്ടിലെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരുപാട് തവണ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് അല്ലെ. പക്ഷെ അച്ഛനും അമ്മയും പിടിച്ചു വന്ന് കൊടുക്കുന്നത്. അതിനുശേഷം 3-4 ആൾക്കാർ ഇദ്ദേഹത്തിനെ സെക്യൂരിറ്റി ഗാർഡായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ല, അങ്ങനെ ഓടിപ്പോയി പിടിച്ചു കൊടുന്ന് വീട്ടിലാക്കണം. 3-4 സെക്യൂരിറ്റി ആൾക്കാരുണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഇവര് രാവിലെ വളരെ രാവിലെ തന്നെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവരുടെ പ്രീസ്റ്റാണ്, ഒരു ഗുരുവാണ് യദുനന്ദനാചാര്യ. യദുനന്ദനാചാര്യ രാവിലെ വന്ന സമയത്ത് ചില പൂജ ഐറ്റംസ് കൊണ്ടുവരാൻ മറന്നു. അപ്പൊ 3:30 മണിയാണ്. ഒരു വളരെ നേരത്തെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കി ഒരു 4 മണി 4:30 മണിക്ക് പൂജ തുടങ്ങും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മറന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ തരുന്ന സമയത്ത് ചോദിച്ചു രഘുനാഥ് ദാസ് ഗോസ്വാമി എന്ത് പറ്റി? അപ്പൊ ഞാൻ എന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല, അത് വീട്ടിൽ പോയി കൊണ്ടുവരണം. അതിനെന്താ ഗുരുദേവ്, ഞാൻ പോയി കൊണ്ടുവരോ, അങ്ങോട്ട് എന്നോടോ, അങ്ങ് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ വന്നല്ലോടൂ, ഞാൻ ഇനി പോയിട്ട് അത് കൊണ്ടുവരാം. എന്നിട്ട് അപ്പൊ അദ്ദേഹം വിശ്വസിച്ചു. കാവൽക്കാരൊക്കെ ഉറങ്ങി വരുന്നു ആ സമയത്ത്. ഇദ്ദേഹം ഒരു എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല രാത്രി. ചൈതന്യ മഹാപ്രഭുവിനെ കാണാനും ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് പോകാനുള്ള ആ ആഗ്രഹം തീവ്രമായിട്ട് നിൽക്കുന്ന സമയമാണ്. കാവൽക്കാരൊക്കെ ഉറങ്ങി ഇങ്ങനെ ഉറക്കമൊഴിച്ച് നിൽക്കുന്ന സമയത്താണ് യദുനന്ദനാചാര്യം വന്നിട്ട് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളില്ല, അപ്പൊ എന്താ ചെയ്യാ? പേടിക്കണ്ട ഗുരുദേവ്, ഞാനിതെല്ലാം കൊണ്ടു തരാം, അങ്ങനെ ഇതെല്ലാം ഒരുക്കമാനം ചെയ്തുള്ളൂ പൂജയ്ക്കുള്ളത്, ഞാൻ കൊണ്ടുതരാൻ പറഞ്ഞിട്ട് അവിടുന്ന് പതുക്കെ സ്ഥലം വിട്ടു. എന്നിട്ട് എന്താ ചെയ്ത് നേരെ വെച്ച് പിടിച്ചു ജഗന്നാഥ് പുരിയിലേക്ക്.
തന്റെ ഗുരുവിനെ, അതായത് പ്രീസ്റ്റാണ്, കുലഗുരുവാണ്, അദ്ദേഹത്തിനെ ചീറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അതും ഒരു ഹയർ പർപ്പസ്, ഭഗവാന്റെ അടുത്തേക്ക് പോകാനാണ്, അല്ലെ, ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകാൻ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഏത് വഴി കൂടെയാണോ ജഗന്നാഥ് പുരിയിലേക്ക് പോകേണ്ടത് ആ വഴി എടുത്തില്ല, അതിന് നേരെ ഓപ്പോസിറ്റ് വഴിയിലേക്കാണ് പോയത്. കാരണം അറിയാം, ഞാൻ ശരിക്കുള്ള വഴി പോയാൽ തീർച്ചയായിട്ടും സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് എന്നെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് കിഴക്കോട്ടാണ് വഴി പോകുന്നുണ്ടെങ്കിൽ അത് നേരെ എവിടേക്ക് പോയി? പടിഞ്ഞാട്ടിലേക്ക്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. എന്നിട്ട് കുറെ വളഞ്ഞിട്ട് അവരെല്ലാം പോയി വഴി കൂടെ, ആ ജഗന്നാഥ് പുരിയിലേക്ക് ഉള്ള വഴി കൂടെ ഒക്കെ പോയി കുറെ ദൂരം നിന്നു, ഒരു രക്ഷയും കിട്ടിയില്ല. അവിടുന്ന് ജഗന്നാഥ് പുരി ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായിരിക്കുന്നു നവദ്വീപിലേക്ക്. അവർ ചോദിച്ചു, ഇങ്ങനെ ജഗന്നാഥ് ദാസ് ഗോസ്വാമി മഹാരാജ് കണ്ടു വന്നു? ഇല്ല, ആരും കണ്ടില്ല. അപ്പൊ ആ വഴി കൂടെ പോയിട്ടില്ല, അവർ തിരിച്ചു വന്നു. ഇദ്ദേഹം അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി വളഞ്ഞ് കുറെ ദിവസം പിടിച്ചിട്ടാണ് ജഗന്നാഥ് പുരിയിൽ എത്തിയത്. പിന്നീട് വീണ്ടും അച്ഛനും അമ്മാവനും ആൾക്കാരെ പറഞ്ഞു വിട്ടു. പിന്നെ അവരും എന്തായാലും ഇതാണ് ഭഗവാൻ വെച്ചവരുണ്ട് വിട്ടു. പിന്നെ ജഗന്നാഥ് ദാസ് ഗോസ്വാമിയുടെ അച്ഛൻ കുറച്ച് ബ്രാഹ്മണന്മാരെ അദ്ദേഹത്തിന്റെ സഹായത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു ജഗന്നാഥ് പുരിയില്. വേണ്ടുന്ന സാധനങ്ങളും ബ്രാഹ്മണന്മാരെയും അതേപോലെ പൈസയും കൊടുത്തയച്ചു. തൻ്റെ മകന് യാതൊരു ബുദ്ധിമുട്ടും വരരുത് അവിടെ ജീവിക്കുമ്പോൾ. കുറച്ചു കാലമൊക്കെ അത് സ്വീകരിച്ചു, പിന്നീട് അതും വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമിയും തൻ്റെ പ്രീസ്റ്റിനെ, തൻ്റെ കുലഗുരുവിനെ ചതിച്ചു. ആ ഒരു ചതിയും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, ആ രഘുനാഥ് ഗോസ്വാമിയാണോ ചീടാദേവി? യെസ്, അതന്നെ മാധവജി, സെയിം അതേ രഘുനാഥ് ഗോസ്വാമി. ടു സാറ്റിസ്ഫൈ ദ ലോർഡ്. അതായത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ സമയം വരുമ്പോൾ എല്ലാം ശരിയാവും. ഇപ്പോ വീട്ടില് ഒരു ടോട്ടൽ മെറ്റീരിയലിസ്റ്റ് ആയിട്ട് ജീവിക്കണം. ഈ ബിസിനസ് എല്ലാം ഇൻട്രസ്റ്റ് എടുത്തിട്ട് പുറമെ ഞാൻ ഒരു പക്കാ മെറ്റീരിയലിസ്റ്റ്, ഒരു ബിസിനസ്മാൻ ആണ്, ഉള്ളില് വൈരാഗ്യം, യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സമയം വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ അതിന് സമയമായി. അങ്ങനെ ഒരു അവസരം ഒത്തുകിട്ടി. അദ്ദേഹത്തിന്റെ കുലഗുരു അതിന് കാരണമായി. അദ്ദേഹത്തിനെ ചതിച്ചു എന്നുള്ള കൈറപ്പില് അദ്ദേഹം ജഗന്നാഥ് പുരിയിൽ പോയി ഭഗവാന്റെ അടുത്ത്. സോ ടു സാറ്റിസ്ഫൈ ദ ലോർഡ് എനിത്തിങ് ഈസ് ഗുഡ്. അതാണ് നമ്മളുടെ ഉദ്ദേശം എന്നെങ്കിൽ, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിയല്ല, നേരെ ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ എനിത്തിങ് ഈസ് ഗുഡ്. എത്ര ചെയ്ത കാര്യങ്ങളാണെങ്കിലും ശരി നല്ലതായിട്ട് മാറും. ഫോർ ഇറ്റ് ഈസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദ അബ്സല്യൂട്ട് ട്രൂത്ത്. വി ആൾസോ ഹാഡ് ദ സെയിം ഓപ്പർച്യൂണിറ്റി ടു സീ ദ ഫാമിലി മെമ്പേഴ്സ്. എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രഭാതയ്ക്കും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത് തൻ്റെ കുടുംബാംഗങ്ങളെ വഞ്ചിക്കാൻ, ടു ലീവ് ഹോം ടു എൻഗേജ് ഇൻ ദ സർവീസ് ഓഫ് ശ്രീമദ് ഭാഗവതം. സച്ച് ചീറ്റിംഗ് വാസ് നെസസറി ഫോർ എ ഗ്രേറ്റ് കോസ്. അന്ന് പ്രഭാത ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഭാഗവതം വായിക്കില്ലായിരുന്നു, അല്ലേ? അപ്പൊ ആ ചീറ്റിംഗ് നല്ലതിനാണോ ചീത്തയാണോ? തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാവരുടെയും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ചീറ്റിംഗ് അല്ല. So such cheating was necessary for a great cause, and there is no loss for any party in such transcendental form. അപ്പോ ഇതില് ഒരാൾക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല, എല്ലാവർക്കും ഗുണം മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് എ ട്രാൻസെൻഡന്റൽ ചീറ്റിംഗ്. ദിവ്യ തലത്തിലുള്ള ഒരു വഞ്ചനയാണ്. ആ ദിവ്യ തലത്തിലുള്ള വഞ്ചന എല്ലാവർക്കും നന്മ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे हरि। हरे कृष्णा प्रभु जी।